2026 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിലെ SSLC റിസൾട്ട് വന്നു. 61,000 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയത്. അത് തൊട്ട് മുന്നത്തെ വർഷം 71,000 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ 10,000 കുട്ടികൾക്ക് അല്ലെങ്കിൽ 10,000 ഫുൾ A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫുൾ A+കളുടെ എണ്ണം വീണ്ടും കുറയും. അത് 40,000-മോ 30,000-മോ 20,000-മോ ആയേക്കാം. അതിനുള്ള കാരണങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്, നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട PYQs അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസോ ഒക്കെ വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതുമ്പോഴും അതിൽ 20% ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കും. 80 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, സോഷ്യൽ, മാത്സ് പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 16 മാർക്ക്, 40 മാർക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 8 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ചിട്ടയായിട്ട് പഠിക്കണം. മൂന്നാമത്തെ കാരണം, നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഇനി വരാൻ പോകുന്ന SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഫുൾ A+കളുടെ എണ്ണം കുറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ. ഏതൊരു ക്വസ്റ്റ്യൻ എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ദിവസം 2 മണിക്കൂർ വെച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഫുൾ A+ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, ഞാൻ ഉറപ്പ് തരും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. അത് ഏത് എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിലും, എത്ര ഹാർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരാളാവണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുള്ള. അപ്പോൾ എനിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോ.